ഇത് ഇത് പിന്നെ ഇതല്ലോ ഒരു ഹൈ പോകുന്ന നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണ്. വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ. ഐ ഡോണ്ട് നോ, ഇത് വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത്രയും ലൈവായിട്ട് സൈലൻസിൽ നിന്നിട്ട് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടപ്പോൾ അയ്യോ. ലാലേട്ടൻ ആ ഒരു ഭയങ്കര ഇമോഷണലായിട്ട് മറ്റേ ബാത്റൂമിൽ വീണ് കരയുന്ന ഒരു സീനുണ്ട്. ദൈവേ ദൈവേ ഉയിർ കത്തണേ. ഒച്ച തുറക്കാനും അങ്ങനെ കുറേ ഉണ്ട്, ലിപ് ട്രിൽസ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അങ്ങനെ പല രജിസ്റ്റേഴ്സ് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കസർത്തൊക്കെ ഞങ്ങൾ പാട്ടുകാർ കാണിക്കാറുണ്ട്. ഹായ് ഹലോ, വെൽക്കം ടു റെഡ് ബി ടേപ്സ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആരെ അറിയോ? മുത്തു പോലൊക്കെ പാടുന്നു എന്ന് പറയുന്നത് ചില പാവക്കുട്ടി പോലുള്ള ചില ആളുകളിൽ, അങ്ങനെ ഒരാളെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അനില രാജീവ്. നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ചാടിത്തുള്ളി സ്റ്റേജ് പെർഫോമൻസസും ലാലേട്ടൻ്റെ ഒക്കെ കൂടെ ഓരോ സ്റ്റേജൊക്കെ ഷെയർ ചെയ്യും, പിന്നെ ലാലേട്ടൻ്റെ മൂവിക്ക് വേണ്ടി പാടും, തകർത്തടിച്ച് നടക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അനില രാജീവ് നമുക്ക് വെൽക്കം ചെയ്യാം. അനില, ഹലോ. നമസ്കാരം. ഹൗ ആർ യു? നമസ്കാരം. ഹൗ ആർ യു? അടിപൊളി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഇപ്പൊ എന്തൊക്കെയാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഏതൊക്കെ പ്രൊജക്ട്സാ? പറയൂ, വിശേഷങ്ങൾ എന്തൊക്കെയാ? പോകുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് മധു വിധു എന്ന് പറഞ്ഞ ഫിലിമിലെ സോങ് ആണ്. ഹിഷാമിക്കയ്ക്ക് വേണ്ടി ഹിഷാമിക്കയുടെ കൂടെ തന്നെ ഒരു ഡുവറ്റ് പാടിയിരുന്നു. ആ സോങ്ങാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. പിന്നെ ആട് വന്നു, സുൽത്താൻ നന്നായിട്ട് പോയി സോങ്ങാണ്, ഷാനിക്കയുടെ സോങ്. സോ അതൊക്കെയാണ് ലേറ്റസ്റ്റ് വർത്തമാനങ്ങൾ. കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ യു കൻ ടോക്ക് അബൌട്ട് യുവർ ജേർണി. തുടക്കുന്നുട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മയാണ് പാട്ട് പാടുന്നത്. അപ്പം അമ്മയാണ് കുഞ്ഞിലെ ഞാൻ പാട്ട് പാടും എന്നൊക്കെ കണ്ടുപിടിച്ച ഒരാൾ. പിന്നെ എൻ്റെ ഫ്രണ്ട് പാട്ട് പഠിക്കുന്നതൊക്കെ കണ്ട് എനിക്കും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി. അപ്പം തന്നെ എൻ്റെ പേരൻസ് ആലപ്പുഴയിലെ വിധു സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പോകുന്നുണ്ട്. പിന്നെ ഞാൻ എൻജിനീയറിങ്ങിനൊക്കെ കയറിയ സമയത്താണ് യാദൃശ്ചികമായിട്ട് ഫാസിൽ സാറ്, ആലപ്പുഴക്കാരനാണ്, എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പോൾ ഫാസിൽ അങ്കിള് എൻ്റെ അച്ഛൻ്റെ ക്ലിനിക്കിൽ ഇങ്ങനെ കാണാനായിട്ട് കൺസൾട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഫാസിൽ അങ്കിളിൻ്റെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്കിള് പറഞ്ഞു കൊടുത്തു, ഞാൻ മോളിങ്ങനെ ഡോക്ടറുടെ മോള് പാടും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഫാസിൽ അങ്കിള് വീട്ടിൽ വിളിച്ച് എന്നെ പാട്ടൊക്കെ പാടിച്ചു. എന്നിട്ട് അങ്കിളിന് ഇഷ്ടമായി. അപ്പോൾ ഈ ഫിലിമിലൊരു കുറച്ചൊരു കുട്ടികളുടെ ആയിട്ടൊരു പാട്ടുണ്ട്, ഒളിച്ചിരിക്കണം കണ്ടേന്ന് പറഞ്ഞ സോങ് ഉണ്ട്. അപ്പോൾ എം ജയചന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. അതെ. അപ്പോൾ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ ഞാനായിട്ട് തേടിപ്പോയെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് എന്നിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ സാറിനെ പാടി, എം ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ സാറ് പാടിച്ചു. ആ പാട്ട് വർക്കായി. അതാണ് എൻ്റെ ഫസ്റ്റ് സോങ്, ഒളിച്ചിരിക്കണ കണ്ടേന്ന് പറഞ്ഞ ലിവിങ് ടുഗദർ. ഒട്ടും ഇമാജിൻ ചെയ്തൊരു ലൈഫല്ലേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇമാജിൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻജിനീയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഫോസിസിൽ ജോബ് കിട്ടി. അങ്ങനെ കുറച്ചാൾ വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ അമൃതയുടെ സൂപ്പർ സ്റ്റാറിൽ ഇൻഫീന്ന് എൻ്റെ താങ്ക്സ് ടു മാനേജ്മെൻറ്റ് ലീവൊക്കെ എടുത്ത് റിയാലിറ്റി ഷോയിലൊക്കെ പോയി. അവിടെ വെച്ചിട്ടാണ് ശരത് സാറിനെ, അൽഫോൺ സാറ്, മഹതി മാം, അങ്ങനെ അടിപൊളി ഒരു ജഡ്ജിങ് പാനലായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി വീണ്ടും തിരിച്ച് IT വന്നു. പിന്നെയും ചെന്നൈ പോയി IT. അങ്ങനെ അവസാനം ITൻ്റെ ഇടയിൽ എപ്പോഴും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ എന്താ പറയുക, ആരും അങ്ങനെ ഒരു മ്യൂസീഷ്യൻസ് ഉള്ള ഒരു ഫാമിലിയോ, ഞാനാണ് ഒരു ഫസ്റ്റ് ജനറേഷൻ ഇങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കണം എന്ന് ആദ്യമായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷൻ കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സെറ്റ് ആവില്ല, വർക്ക് പ്രഷർ താങ്ങാനാവാതെ ഞാൻ ഏതാണ്ടൊക്കെ ബോധം കെട്ടൊക്കെ വീണു അവിടെ. ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ പഴയ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ കേട്ടു. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയാണ് ഞാൻ
വിട്ടിട്ട് കംഫർട്ട് സോൺ വിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡെമോസൊക്കെ അയച്ചു, ഒരുപാട് ആൾക്കാരെയൊക്കെ പോയി മീറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. നമുക്ക് ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ജേണി നല്ലൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു. ഇപ്പം പറയാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു ഗോഡ് ഫാദറിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇപ്പം ആരാ ഉള്ളത്? അങ്ങനെ പറയാൻ ഒരുപാട് പേരുടെ ഹെൽപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളുടെ എന്ന് പറഞ്ഞാൽ അത് ഇതാവില്ല. എന്താ ഇവിടെ വരുന്ന എല്ലാവരും സേഫ് സോൺ ആണല്ലോ അല്ല, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഞാൻ റിയാലിറ്റി ഷോയിൽ പോയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ശരത് സാറാണ് എനിക്ക് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അഡ്വൈസസ് ഇപ്പോഴും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഞാൻ റിയാലിറ്റി ഷോയിൽ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്നെ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത് ആ ഒരു ബേസ് ടെക്സ്ചറിലുള്ള പാട്ടുകൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ അതുവരെ സത്യം പറഞ്ഞാൽ കൂടുതലും മെലഡി സോങ്സ് മാത്രം പാടിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ റിയാലിറ്റി ഷോയിലൊരു റോക്ക് റൗണ്ടൊക്കെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് മറ്റേ അതിരടിക്കാരൻ അതൊക്കെ പാടി. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ, അതെ, പെർഫോം ചെയ്തൊക്കെ പാടുന്ന ഒരു സംഭവം, ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് തൊട്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ ചെന്നിട്ട് ശരത് സാറാണ് എനിക്ക് ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ഒരു ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീ KD വിൻസെൻറ്റ്. അദ്ദേഹം ഒരു മ്യൂസിക് കോർഡിനേറ്ററാണ്. ശരത് സാറാണ് എൻ്റെ വിൻസെൻ്റ് ഏട്ടനെ പരിചയപ്പെടുത്തി തരുന്നത് ചെന്നൈ വെച്ച്. അപ്പോൾ വിൻസെൻ്റ് ഏട്ടൻ ത്രൂ അങ്ങനെ വർക്ക്സ് വരാൻ തുടങ്ങി. പിന്നീട് അങ്ങനെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്. എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയത് ദിബുചേട്ടൻ്റെ പാട്ടാണ് കിളിയെ ഫസ്റ്റ് ബ്രേക്ക് കിട്ടിയത്. പിന്നീട് ജെയ്ക്ക് സാറ്. കിളിയെ കേട്ടിട്ട് ബാക്കി പോയാലോ? യാ ഷുവർ. കാര്യം കുറേ നേരം സംസാരിച്ചപ്പോഴും എനിക്ക് ഒരു സിംഗറിനെ കൊണ്ടുവരുത്തിയിട്ട് പറയുമ്പോൾ പോലും ആ പാട്ട് എനിക്ക് പാടിപ്പിക്കാതെ അടുത്തതിനകത്തോട്ട് പോകാൻ തോന്നുന്നില്ല. കിളിയെ ഷുവർ. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കാതിലിന്നു ചൊന്നതെല്ലാം നേരാണോ, നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണ്. അഴകെ ചങ്കുലയ്ക്കണ ചോദ്യം ഇതെന്ത്, തീയരിക്കണ രാധയുമെന്ത്, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ, ചിയോതി കാവിലെത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ, മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്നാനേ. ഈ പാട്ട് സാധാരണ ആളുകൾ റീൽസിലൊക്കെയാണ് കൂടുതലും കേൾക്കാറ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എവിടെ അറിയാവോ, ഈ ചെണ്ടമേളൻ വയലിൻ ഫ്യൂഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് എവിടെ ആ ഫ്യൂഷൻ പരിപാടി ഉണ്ടോ? ഈ പാട്ടിൽ ചെണ്ട വായിച്ചിട്ടുണ്ട്. ആട്ടം കലാസമിതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 90 എത്രയോ ആർട്ടിസ്റ്റുകൾ ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ഒരു ടീം തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഞാൻ ഈ ചെന്നൈയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് സിംഗർ കപിലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ കപിൽ ത്രൂ ആണ് ദിബുചേട്ടന്, എനിക്കൊന്ന് കപിലാണ് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ തൊട്ട് ദിബുചേട്ടൻ്റെ കുറച്ച് ട്രാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിബുചേട്ടന് വേണ്ടി ഞാൻ തമിഴിലാണ് ആദ്യമായിട്ട് പാട്ട് പാടുന്നത്. അതും എൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള സോങ്ങാണ്, പോകാതെ എന്ന് പറഞ്ഞിട്ട്, നദി എന്ന് പറഞ്ഞ മൂവിയിൽ. അത് റിലീസായി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ കിളിയെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുന്നതിന് ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ സ്ക്രാച്ച് വേർഷൻ പാടിയതാണ്. കിളിയുടെയും വിജയലക്ഷ്മി ചേച്ചി പാടിയ അങ്ങുവാനക്കോണിൽ, ഇത് രണ്ടും സ്ക്രാച്ച് പാടിയപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് ഷുവർ ആയിരുന്നു ഇതൊക്കെ എന്താ അത്ര നല്ല മെലഡീസ് ആണ്, അപ്പൊ ഇത് ഹിറ്റ് ആവാണ്ട് പോവില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ഞാൻ കരുതി ഷുവർ ആയിരുന്നു എന്റെ സൗണ്ട് കേട്ട എന്തായാലും എന്റെ എടുക്കും. അത് നമ്മുടെ കയ്യിലല്ല. ഒബ്വിയസ്ലി നമ്മൾ നല്ല സ്ക്രാച്ച് പാടുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണം, ഇതേ എടുക്കുള്ളൂ. അല്ല, കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കും, പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ ഫൈനൽ പാടാമെന്ന് പറഞ്ഞ ദിവസേട്ടൻ്റെ കോള് വരുന്നു. ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ 5 ലാംഗ്വേജും എനിക്ക് പാടാൻ പറ്റി. കിളിയുടെ 5 ലാംഗ്വേജസിൽ പാടാൻ പറ്റി. എൻ്റെ കിളിയേക്ക് ഹരിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. എൻ്റെ കിളിയേക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഹരിശങ്കർ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാ വേർഷൻസിലും കപിലാണെങ്കിലും അഭയ് ജോധ്പൂർക്ക് എല്ലാവരും അടിപൊളിയായിട്ട് പാടിയൊരു, എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക്. ഈ കിളിയെ പാട്ട് കേൾക്കുമ്പോൾ ഈ സിംഗർ ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള വോയിസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ആ പ്ലേലിസ്റ്റ് തന്നെ ഇങ്ങനെ പോകുമ്പം പേമാരി ഒരു ഭയങ്കര ബേസിലുള്ള ഒരു സാധനമാണ് വരുന്നത്.
കുറേ ടൈപ്പ് ഓഫ് സോങ്സ് ലൈക്ക് കുറേ ടൈപ്പ് ഓഫ് സൗണ്ട് വരുന്നുണ്ടല്ലോ. ഏതിലാണ് എനിക്ക് റെക്കഗ്നൈസ് ആവണം? എൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആദ്യം എൻ്റെ ഫേസിൻ്റെ കൂടെ ഈ വോയിസ് ആണ് ഓർമ്മ വരേണ്ടത് എന്ന് ചോദിച്ചാൽ ഏത് വോയിസ് പറയും? അങ്ങനെ സത്യം പറഞ്ഞ ഞാൻ ഇന്ന വോയിസ് ഇന്ന പാട്ട് വേണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല പാടുന്നത്. നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ നമുക്ക് തരുന്നൊരു ബ്രീഫ് കാണുമല്ലോ, ആ ബ്രീഫ് കേട്ടിട്ട് നമ്മൾ ആ സോങ്ങിനോട് മാക്സിമം ജസ്റ്റിസ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ പേമാരിക്ക് നമുക്ക് കിട്ടിയ ബ്രീഫ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാടിൻ്റെ ഒരു സൗണ്ട്, ആ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു മാക്സിമം ത്രോയിൽ ആ ഒരു ഫോക്ക് ടച്ചോടെ അത് പാടാൻ ശ്രമിച്ചു. പിന്നെ എനിക്ക് വേഴ്സറ്റൈലിറ്റി, ഞാൻ മാക്സിമം അങ്ങനെ വേഴ്സറ്റൈലായിട്ട് പാടാനായിട്ട് ഇഷ്ടമാണ്, ട്രൈ ചെയ്യാറുമുണ്ട്, മെലഡീസും പാടാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പേമാരി നമുക്ക് പാടി തുടങ്ങാം. പേമാരി ഇവനായേ തായ പോൽ പിടയ് പോയോർ ഒരയെല്ലാമേ നീ വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ. താങ്ക് യു. കണ്ണൊക്കെ സഡനായിട്ട് വേറെ അല്ലേ, അത് കണ്ണൊക്കെ നിറഞ്ഞു കണ്ടോ? താങ്ക് യു. ഞാൻ ഈ പാട്ട് പാടിപ്പിക്കണമെന്ന് കരുതിയതല്ല, കാരണം എല്ലാവരും പാടിപ്പിക്കുന്നത് ഒരുപാട് സീരിയസ്ലി, അതായത് ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. അത് എനിക്ക് ചില പാട്ടുകൾ ഞാൻ കേട്ടാൽ വെറുതെ ഇരുന്ന് കരയും. അത് വിഷമമുള്ള പാട്ട് തന്നെ ആവണമെന്നില്ല, കുറച്ച് ഡീപ്പായിട്ട് ഒരു പവറാണ്, ആയിപ്പോവും. ഞാൻ ഈ പാട്ട് പാടിപ്പിക്കണമെന്ന് കരുതിയതല്ല, ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ എന്നാ പാടിയേക്ക് എന്ന് പറഞ്ഞതാ. പക്ഷെ ആ സൗണ്ട് വന്നപ്പോഴേ ഞാനിവിടെ ക്യാമറയ്ക്ക് ഇരിക്കുന്ന രണ്ടുപേരെ നോക്കുമായിരുന്നു. സഡനായിട്ട് ഇവിടെ വൈബ് ചേഞ്ച് ആയതുപോലെ. ഐ ഡോണ്ട് നോ, ഇത് വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത്രയും ലൈവായിട്ട് സൈലൻസിൽ നിന്നിട്ട് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടപ്പോൾ അയ്യോ, ഞാൻ ചെറിയൊരാളല്ല കേട്ടോ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, നിങ്ങൾ ഇതിനെ ചെറുതാക്കി കളയരുത്. അനില എനിക്ക് ഇതിൽ കൂടുതൽ പറയാറില്ല, കണ്ണൊക്കെ നിറഞ്ഞു. സോ ഗ്രേറ്റ്ഫുൾ ഡയറക്റ്റ് അത് കേട്ടപ്പോൾ. താങ്ക് യു. ജേക്സ് ബിജോയ് മാജിക്. ജേക്സ് ചേട്ടൻ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് എന്താ പറയുക, ലൈക്ക് നേരിട്ട് കണ്ടാണോ അത് ഓൺലൈൻ വഴിയുള്ള റെക്കോർഡിംഗ്? നേരിട്ട് തന്നെയാണ്. ജേക്ക് സാറും ആദ്യം ചെന്നൈയിലായിരുന്നു സെറ്റിൽഡ്. അപ്പോൾ മൈൻഡ് സ്കോർ പിന്നീടാണ് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഞാനും പിന്നെയാണ് വരുന്നത്. അപ്പോൾ ചെന്നൈ ഉള്ള സമയത്തൊട്ട് എനിക്ക് അറിയാം, ഞാൻ മെലഡീസാണ് അപ്പോൾ എനിക്ക് ഒന്ന് കൂടുതൽ ഡെമോസൊക്കെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ കവേഴ്സൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബേസ് ടെക്സ്ചറുള്ള എനിക്കൊന്ന് ചെന്താമര പൂവിൻ അതിൻ്റെ ഒരു കവർ ഞാൻ ചെയ്തിരുന്നു ജസ്റ്റിൻ ചേട്ടൻ്റെ പാട്ടിന്. അപ്പോൾ അത് കേട്ടിട്ട് ഡോൺ വിൻസെൻ്റ് അഗെയിൻ ഒരുപാട് താങ്ക്സ് പറയണം ഡോൺ ചേട്ടന്. ജേക്ക് സാറിൻ്റെ ആർട്ടിസ്റ്റ് മാനേജറാണ്. അപ്പോൾ ഡോൺ ചേട്ടനാണ് എന്നെ ഈ പാട്ടിലേക്ക് ജേക്ക് സാറിന് സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ അവിടെ പോയി മൈൻഡ് സ്കോറിൽ പോയി ട്രൈ ചെയ്യുന്നതും. അവിടുത്തെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജേക്ക് സാറും ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു. ആൻഡ് അത് വർക്കായി. അങ്ങനെ ഇതിൽ പേമാരി മാത്രമല്ല, ലാലേട്ടൻ ആ ഒരു ഭയങ്കര ഇമോഷണലായിട്ട് മറ്റേ ബാത്റൂമിൽ വീണ് കരയുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ തുടരുമിൽ ബാക്കിൽ ദൈവേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടുമാണ് ആദ്യം. അതൊന്ന് പാടാവോ? ദൈവേ ദൈവേ ഉയിർ കത്തണേ കാടായ ഉയിർ കത്തണേ തീയേ തീയായ തീയേ പെയ്യേ തീയേ. ഇതാണ്
അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യം എടുക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ടും ശരിക്കും തുടരുമിൻ്റെ എനിക്കൊന്നൊരു 1 വീക്ക് പ്രയർ ടു റിലീസ് ഡയറക്ടർ തരുൺ സാറും ജെയ്ക്ക് സാറും ഞാനും കൂടി ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ തരുൺ സാർ എഴുതും, ജെയ്ക്ക് സാറ് പാടിത്തരും, അങ്ങനെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ തുടക്കം തൊട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ എൻ്റെ വോയിസ് ചെറിയ ചെറിയ ബിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടരുമിലൊരു മെറ്റഫർ വോയിസ് പോലെ അങ്ങനെ എൻ്റെ വോയിസ് യൂസ് ചെയ്തിരുന്നു. ഇത് കേൾക്കുമ്പോഴും എൻ്റെ മൈൻഡ് ഇപ്പോൾ പാടിയ പേമാരിയിലാട്ടോ. താങ്ക് യു. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇനി എപ്പോൾ പേമാരി ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലും ഇതായിരിക്കും എൻ്റെ മെമ്മറിയിൽ ഉണ്ടാവുക. ഡയറക്റ്റ് ഇങ്ങനെ മറ്റേ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണിക്കത്തില്ല, ആൽബമിലൊക്കെ കാണിക്കില്ല, ചെയ്ത് ഹാർട്ടിലോട്ട് വിടുന്ന മറ്റേ സാധനങ്ങൾ കാർട്ടൂണിലൊക്കെ കാണിക്കത്തില്ല. എനിക്ക് അതുപോലെ ഇവിടെ കൊണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു ഈ പാട്ട് കേട്ടിട്ട്. ലൈക്ക് ഓക്കെ. താങ്ക് യു. ജെയ്ക്ക് സാറുമായിട്ട് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലേ? ജെയ്ക്ക് സാറുമായിട്ട് തുടരുമിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ലോക്കയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അരിവേട്ടയിൽ കുറച്ച്. ഞാൻ എപ്പോഴും ഒരു വീഡിയോ കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ജെയ്ക്ക് സാറ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മെസ്സേജസ് അയച്ച് ഇരുന്നിട്ട് കിട്ടിയതാണ്. ഓൾമോസ്റ്റ് ഇയേഴ്സ് അല്ലേ? ഒരുപാട് ഇയേഴ്സ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ചെന്നൈ പോയിട്ടാണ് ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അതൊരു കുറച്ച് ഒരു ടഫ് ഫേസ് എന്ന് തന്നെ, കാരണം ഉള്ളൊരു ജോലി നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു ഫീൽഡിൽ, അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ഭാഷയും പോലും അറിയില്ല. അപ്പം ഞാനിങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നു, ഇവരൊക്കെ ശരിക്കും ഇതിൽ റിലേറ്റഡ് ആണോ, എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്ന് പോലും സത്യം പറഞ്ഞാൽ ചില നേരത്തെ എനിക്ക് ഡൗട്ടായി. ചിലരൊക്കെ നല്ല, പിന്നെ ഒരുപാട് പേർക്ക് ഡെമോസ് അയച്ചു കൊടുക്കും, സ്റ്റുഡിയോസിലെ എൻജിനീയേഴ്സിന് അയച്ചു കൊടുക്കും, മ്യൂസിക് ഡയറക്ടേഴ്സിനെ പോയി കാണും. അങ്ങനെ ചിലയിടത്തു നിന്നൊക്കെ റിജക്ഷൻസ് കിട്ടും, ചിലയിടത്തു നിന്നൊക്കെ നല്ല ഇത് കിട്ടും. ആൻഡ് എനിക്ക് ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു കാര്യം, ശരത് സാറ് പറഞ്ഞിട്ട് ഞാൻ ഔസേപ്പ് ബച്ചൻ സാറിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ ഔസേപ്പ് ബച്ചൻ സാറ് അന്നൊക്കെ എന്താ പറയുക, ഭയങ്കര ടെൻഷനാണ്, നെഞ്ചൊക്കെ പടപടായിരിക്കുകയാണ്. അപ്പോൾ ഔസേപ്പ് ബച്ചൻ സാർ ഇങ്ങനെ എന്നെ കൊണ്ട് പാടിക്കുമ്പോൾ ഞാൻ വിറച്ചൊക്കെ ഇങ്ങനെ പാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ തന്നെ എനിക്കൊന്നും എന്തോ കോമ്പസിഷനിൽ ഒരു ഫോക്ക് ടച്ചുള്ള എന്തോ ഒരു പാട്ട്, അന്ന് ഞാൻ അങ്ങനെ ഫോക്കൊന്നും അധികം പാടിയിട്ടില്ല. അപ്പോൾ സാർ ഇങ്ങനെ എന്നെ കൊണ്ട് അത് പാടിച്ചിട്ട് സാറ് പറഞ്ഞു, എടോ തനിക്ക് ഫോക്ക് തൻ്റെ വോയിസിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സാറ് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ ആയിരിക്കും ശരി, ഇപ്പം നമ്മളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് അവിടുന്ന് ഫുഡ് വരെ തന്നിട്ടാണ് ഞങ്ങൾ വിട്ടത്. അപ്പോൾ എന്നിട്ട് പിന്നീട് ഞാൻ ഈ പേമാരി ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കിയപ്പോൾ അവരുടെയൊക്കെ ഒരു ജീനിയസ് എന്ന് പറയുന്നത്, ശരിക്കും എൻ്റെ വോയിസിന് എന്താണ് നല്ലതെന്ന് അവർക്ക് ആ ഒരു 2 മിനിറ്റ് ഞാൻ പാടിയെന്ന് അവർ ജഡ്ജ് ചെയ്ത് അനലൈസ് ചെയ്ത് എടുത്തു. അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ ജേണി കുറച്ച് ടഫായിരുന്നു. എന്താ പറയുക, നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദറിലൊക്കെ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലാണ്ട് നമുക്ക് പറയാനൊരു ബ്രേക്കോ കാര്യങ്ങളോ, ഒരു സക്സസിൽ എത്തുന്നത് വരെ അത് ആർക്കും അറിയണ്ട. അപ്പം മോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 9 to 5 ജോബ് പോലെ അല്ല നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവൾ IT-യിലായിരുന്നു, ഇപ്പം മ്യൂസിക്കാ എന്നുള്ളത് പറയാം. അപ്പോൾ ഈ IT-യുടെ ഒരു സപ്പോർട്ടോടെ നമ്മളെ ഫാമിലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. എന്നാൽ പോലും നമുക്ക് ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി, ഇതെങ്ങും എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു സംഭവം കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഇനി ഒരു 6 മാസം നോക്കാം, അത് കഴിഞ്ഞിട്ട് ഒന്നും ആയില്ലെങ്കിൽ തിരിച്ചിതിലേക്ക് പോകണോ, അങ്ങനെയുള്ള തോട്ട്സ് വരെ വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫൈനലി എത്തി. ഇത്രയും വർഷങ്ങൾ ജെയ്ക്ക് സാറിന് ഇങ്ങനെ അയച്ചയച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു പേമാരി പോലൊരു പാട്ട് കിട്ടിയപ്പോൾ യു വിൽ ബി താങ്ക്ഫുൾ ടു ഹിം, നോ? പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പം നേരിട്ട് കേട്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഹീ മസ്റ്റ് ബി താങ്ക്ഫുൾ ടു യു ഇത്രയും വർഷം മെസ്സേജ് അയച്ചതിന്. കാരണം അങ്ങനെ ഒരു പാട്ടുണ്ടാവാനുള്ള റീസൺ ആയിരിക്കാം അത്രയും വർഷത്തെ മെസ്സേജസും. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടെന്ന് പറയുന്നില്ലേ? കൺസിസ്റ്റന്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഫീൽ ലൈക്ക് മാജിക്. കുറേ നാളുകൊണ്ട് ഈ ഒരു പാട്ടിന് വേണ്ടി കുറേ നാളുകൊണ്ട് കുറേ മെസ്സേജസ് അയക്കുക, വർഷങ്ങളോളം മെസ്സേജസ് അയക്കുക, ആൻഡ് സാർ അതുപോലെ ഒരു പാട്ട് തരിക. സാറിൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം. നിങ്ങൾ രണ്ടുകൂടെ ചേർന്നതൊരു മാജിക് പോലെ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലോകയിലെ പാട്ടൊന്ന് പാടുമോ? ലോകയില് ടീസറിലാണ് എൻ്റെ വോയിസ് ഫസ്റ്റ് ഇങ്ങനെ വരുന്നത്. സ്റ്റാർട്ടിങ് പാടുമോ? ഭരിഞ്ചനോയിലേ ബാപോയലിലേ ബാനേ ബാനേ
பார்த்தேன். ഇത് പിന്നെ സംഭവം ഇതല്ലാണ്ട് ഉണ്ടല്ലോ ഒരു ഹൈ പോകുന്ന ചെന്ന ബക്ക ചെന്ന പരിഞ്ചോയ് രാത്തി ദീരാത്തെ ഹോ സണ്ണ ബക്ക ചെന്ന പരിഞ്ചോയ് രാത്തി ദീരാത്തെ. വോക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഏതാ? വോക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ? വോക്കൽ ട്രെയിനിങ് എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ ഇടയ്ക്ക് 1-2 ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ മാക്സിമം റിസർച്ചൊക്കെ ചെയ്ത് ഡെയിലി വോക്കൽ ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതോ ഏതെങ്കിലും സ്റ്റേജ് പെർഫോമൻസിന് പോകുന്നതിന് മുമ്പൊക്കെയാണോ പ്രാക്ടീസ് ചെയ്യാറ്? ഞാൻ എപ്പോഴും വാമപ്പ് റുട്ടീൻസ് വോക്കൽ എക്സസൈസസ് ഒക്കെ ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരുമോ? ഇപ്പൊ സ്റ്റേജിലൊക്കെ കയറുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മോസ്റ്റ്ലി ചെയ്യാറുള്ളത് സ്ട്രോ എക്സസൈസസ് ഉണ്ട്. അതെന്താ സ്ട്രോ വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ സ്ട്രോ വെച്ച് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ചുമ്മാ പാടുകയല്ല, വെള്ളത്തിൽ വെച്ചിട്ട് പാടുകയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഈസിനെസ് കിട്ടും. പിന്നെ ലിപ് ട്രിൽസ് ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനത്തെ എക്സസൈസസ് ഉണ്ടത്. ഇപ്പം കാണുന്നവർക്ക് ചിരി വരും, പക്ഷേ ഞങ്ങൾ പാട്ടുകാർക്ക് ഇതൊക്കെ മെയിനാണ്. അതിലിങ്ങനെ പാട്ട് പാടി നോക്കും അങ്ങനെ? അതിൽ നമ്മൾ പാട്ട് പാടി നോക്കും. ഏതെങ്കിലും ഒരു പാട്ട് കാണിച്ചു തരുമോ? ജസ്റ്റ് ഇപ്പൊ സ്റ്റേജിൽ കയറാൻ പോവാ, ഏതെങ്കിലും എനി സോങ്? അങ്ങനെ പാട്ടെന്താന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ നോക്കല്ലേ, ബാക്ക് സ്റ്റേജിൽ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒച്ച തുറക്കാനും അങ്ങനെ കുറെ ഉണ്ട്. ലിപ് ട്രിൽസ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അങ്ങനെ പല രജിസ്റ്റേഴ്സ് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കസർത്തൊക്കെ ഞങ്ങൾ പാട്ടുകാർ കാണിക്കാറുണ്ട്. അപ്പൊ ഈ വോക്കൽ ട്രെയിനിങ് എല്ലാം ഒരിടത്ത് തന്നെ പോയി പഠിക്കണം എന്നില്ലേ? യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതിയാവോ? അല്ല, എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, അമൃതയുടെ സൂപ്പർ സ്റ്റാറിന് പോയത് അൽഫോൺസ് സാർ ഒരു അടിപൊളി ട്രെയിനറാണ്. അപ്പോൾ അൽഫോൺസ് സാറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് ഞാൻ ലിജോ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് എനിക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ 1-2 സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ആ ഒരു നോളജൊക്കെ വെച്ച് ഞാൻ തന്നെ കുറച്ചൊക്കെ യൂട്യൂബിൽ നമ്മുടെ വോയിസിന് ഇപ്പോൾ എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. ഒരാളുടെ വോയിസിന് വർക്ക് ആവുന്നത് വേറെ ആൾക്ക് വർക്ക് ആവണമെന്നില്ല. എനിക്ക് അങ്ങനെ കുറച്ചുകൂടെ ഒക്കെ പോയി പഠിക്കണം എന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഞാൻ ഇങ്ങനെ ഓൺലൈൻ ത്രൂ കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രശ്മി, അപ്പോൾ മാധവം ക്ലിനിക്കിൽ. അപ്പോൾ അവിടെയും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തും, ലാരിഞ്ചോളജിസ്റ്റാണ് ഡോക്ടർ, അപ്പോൾ ഡോക്ടറുടെ അടുത്തും അങ്ങനത്തെ സജഷൻസ് ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുണ്ട്. ഈ ജേർണി ഭയങ്കര ലോങ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ഇത്ര വർഷങ്ങളായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കുന്നു, ഇത്ര ഇയേഴ്സായിട്ട് പല സ്ഥലങ്ങളിൽ പോയി അലയുന്നു, IT ജോബിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, IT ജോബ് മതിയായി ബോധം കെട്ട് വീഴുന്നു, അത്ര പ്രഷേർഡായി. അതിൽ എപ്പോഴെങ്കിലും ഇത് ഓക്കെ ദിസ് ഇസ് നോട്ട് ഫോർ മീ എന്ന് തോന്നി എപ്പോഴെങ്കിലും ഗേവ് അപ്പ് ചെയ്ത ടൈമുണ്ടോ? മ്യൂസിക് ഒരുപാട് പ്രാവശ്യം എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡൗൺ മൊമെൻറ്റ് എപ്പോഴും ഉണ്ടാകും. സ്പെഷ്യലി ഒന്നും വർക്കൗട്ട് ആവാത്തപ്പോൾ, നമ്മുടെ പാട്ടുകൾ എന്താ പറയുക ഇറങ്ങാത്തപ്പോൾ, നമ്മൾ പാടിയ സാധനങ്ങൾ തന്നെ നല്ലതാണെന്ന് നമുക്ക് തോന്നിയ കാര്യങ്ങൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ അത് ആ ഫിലിമിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു, ചിലത് റിജക്റ്റ് ആവുന്നു, റീപ്ലേസ് ആവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ നമ്മൾ എങ്ങും എത്താത്ത ആ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അത് വിഷമം തോന്നിക്കാറുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ ഇനി ഒരു 6 മാസം കൂടെ നോക്കിയിട്ട് എങ്ങും എത്തിയില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് വേറെ അങ്ങനത്തെ തോട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അവിടെ പിടിച്ചു നിന്നു, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻ്റെ ഫാമിലി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് രോഹിത് ആണെങ്കിലും ഒരുപാട് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ടിട്ടുണ്ട് ആൻഡ് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എനിക്ക് താങ്ക്ഫുള്ളായിട്ട് വേറൊരാൾ എൻ്റെ ലൈഫിലുള്ളത് മ്യൂസിക് പ്രൊഡ്യൂസർ ഉണ്ട്, വിഷ്ണു അനിൽ. അപ്പോൾ അവൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ സ്കൂൾ ജൂനിയറും കൂടെയാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവും ചെന്നൈയിൽ ഞാൻ ഈ തുടങ്ങിയ സമയത്ത് തന്നെയാണ് അവനും മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കാൻ ചെന്നൈ വന്നതും. ഇപ്പോഴും എൻ്റെ കവേഴ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഹീസ് എൻ അമേസിങ് പ്രൊഡ്യൂസർ. ആൻഡ് അതുപോലെ തന്നെ എൻ്റെ വോയിസിന് എന്താണ് ചേരുന്നത്, എൻ്റെ വോയിസിലെ ഒരു യൂണിക്കാലിറ്റി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ട്രൈ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിരിക്കുന്നതും ഇതുപോലെ ഒരു മോട്ടിവേഷൻ തന്നിരിക്കുന്നതൊക്കെ വിഷ്ണുവാണ്. സോ ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം. എല്ലാവർക്കും അങ്ങനെ ഒരാൾ ലൈഫിൽ ഉണ്ടാവണം അല്ലേ? അതെ, ഒരു അടുത്തൊരു സുഹൃത്ത് ആൻഡ് അമേസിംഗ് മ്യൂസിഷ്യൻ ഓൾസോ ഹി ഈസ്.
കുറേ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കയറി വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇച്ചിരി സ്റ്റേബിൾ ആയല്ലോ. വാട്ട് ഈസ് ഇറ്റ് വൺ തിങ് ഓർ ലൈക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ടോ ദാറ്റ് ആസ് എ പേഴ്സൺ ദാറ്റ് ചേഞ്ച്ഡ് മീ എന്ന് പറയാൻ? ഒരു സ്റ്റെബിലിറ്റി ലൈഫിലേക്ക് വന്നു. ഇപ്പം ഞാൻ മ്യൂസീഷ്യനായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയല്ലോ. ആ കുഞ്ഞിലെ എൻ്റെ അമ്മയാണ് കണ്ടുപിടിച്ചത് ഞാൻ പാട്ട് പാടും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫീൽ ചെയ്തോ ലൈക്ക് ഓക്കെ ഇനി എനിക്കൊരു തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, ലൈക്ക് ഇതിലിനി സ്റ്റേബിളായിട്ട് നിൽക്കണം? അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ആസ് എ സിംഗർ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്, ഇതൊരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് ആണ്. നമുക്ക് ഒരിക്കലും ഞാൻ ഇതിലെത്തി ഇനി ഓക്കെ വെറുതെ അങ്ങനെ ഒരിക്കലും തോന്നില്ല നമ്മൾക്ക്. ഇപ്പം ഞാൻ പാടിയ പാട്ടുകൾ തന്നെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യാം, ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാം. നമുക്ക് ഡെയിലി നമ്മളുടെ നെഗറ്റീവ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഇനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, അതൊരു ജേണി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരോട് ചോദിച്ചാലും എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും ഇതിനൊരു സംഗീതം ഒരു സാഗരമാണ്. പക്ഷേ ഇനിയൊരു IT തിരിച്ചു പോക്കില്ലല്ലോ. IT തിരിച്ചു പോക്കില്ല, ഇനി വയ്യ. ഭയങ്കര അംബീഷ്യസ് അല്ലേ? ഇപ്പം ഒരു ജസ്റ്റ് ഒരു റാൻഡം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ലവ്, പീസ്, ഒരു അംബീഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ് ലൈഫ് ലോങ് വേണം എന്ന് പറയുക? ഇപ്പം അംബീഷൻ എന്ന് പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ഒരു കംഫോർട്ട് സോൺ വിട്ടിട്ടാണ് ഇപ്പം മ്യൂസിക് എടുത്തത്. അപ്പം അത് എടുത്തത് പിന്നെ എനിക്കൊരു അംബീഷൻ ഉണ്ടായി. അല്ലാണ്ട് ഞാൻ കുഞ്ഞിലേ തൊട്ട് ഡ്രീം ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല. ഒബ്വിയസ്ലി മ്യൂസിക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഇതിൽ ഇറങ്ങി ചാടിയപ്പോഴാണ് എനിക്ക് ഇന്നൊരു അംബീഷൻ എന്ന് പറഞ്ഞത് ക്ലിയർ ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജോബിൽ തന്നെ ഇരുന്ന് സ്ട്രഗിൾ ചെയ്താൽ എനിക്കൊരു മെൻ്റൽ പീസ് എന്തായാലും കിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അംബീഷൻ കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ഇന്നർ പീസ് കിട്ടിയത്. പിന്നെ ഒബ്വിയസ്ലി എന്താ പറയുക, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉള്ളപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഉള്ളപ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഐ തിങ്ക് ഇത് മൂന്നും റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. വൺസ് അംബിഷൻ ഈസ് വിത്ത് us, നമുക്ക് ലൈഫിലൊരു പീസ് ഉണ്ടാവും. അതെ, അത് ഷെയർ ചെയ്യാൻ ആരെങ്കിലും നമ്മുടെ കൂടെ വേണ്ടേ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് കൂടെ ഉള്ള നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സ്റ്റേജിൽ ലൈവ് പെർഫോമൻസസ് ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും മൊമെന്റിൽ എൻ്റെ പാട്ട് ഇത്രയും പേര് ഏറ്റു പാടുന്നു ഉറപ്പായിട്ടും ചെയ്യും, കാരണം അറിയാവുന്ന പാട്ടുകൾ എല്ലാവർക്കും വരി വരെ അറിയാവുന്ന പാട്ടുകളാണ്. എപ്പോഴെങ്കിലും സ്റ്റേജ് ലൈവ് ചെയ്യുന്ന സമയം ഇത് കേട്ടിട്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് തവണ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത് കിളിയെ പാടുമ്പോഴാണ്. അപ്പോൾ കിളിയെ പാടി അഴകേ ചങ്കുലക്കേണെന്ന് തുടങ്ങുമ്പോൾ തന്നെ ക്രൗഡ് കൂടെ പാടി തുടങ്ങും. അതെനിക്ക് ഫസ്റ്റായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ സത്യമായിട്ടും കണ്ണൊക്കെ നിറഞ്ഞു പോയെന്ന് തന്നെ പറയാം. എല്ലാവരും നമ്മുടെ പാട്ട്, നമ്മൾ പാടിയ ഒരു പാട്ട് കൂടെ പാടുമ്പോൾ അതൊരു പ്രത്യേക സ്റ്റേജിൽ ആദ്യമൊക്കെ അങ്ങനെ കയറി വരുമ്പോ അറിയില്ലല്ലോ ഇത് ഏതാള് എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നത്. പകുതി ആയി കഴിയുമ്പം ഇയാള് പാടിയ പാട്ടാണ് ഞങ്ങൾ ഏറ്റുപാടുന്നറിറ്റി. അതെ, അത്രയ്ക്ക് ഇല്ല. കാരണം ഇപ്പോഴും ഞാൻ ഊബറിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും കിളിയെ കേട്ടോണ്ടാ വന്നേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ പുള്ളിക്ക് ഞാൻ അത് പാടിയെന്ന് അറിയാമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമുക്കത് ഒരു പ്രത്യേക സുഖമാണത്. നമ്മുടെ പാട്ട് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ അത്ര അറിയില്ല. അതും എൻജോയ് ചെയ്യാറുണ്ട് ആക്ച്വലി.